നമസ്കാരം. സാമ്പത്തിക പ്രതിസന്ധിക്കിടയിൽ അതിനെയൊന്നും വകവയ്ക്കാതെ പിണറായി സർക്കാർ 1.5 കോടി രൂപ മുടക്കി നിർമ്മിച്ചതാണ് നവകേരള ബസ്. ആ ബസ് മ്യൂസിയത്തിലേക്ക് ഉള്ളതല്ല എന്ന് രാമചന്ദ്രൻ കടന്നപ്പള്ളി. ബസ് മ്യൂസിയത്തിൽ സൂക്ഷിക്കില്ലെന്ന മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി മാധ്യമങ്ങളോട് പറഞ്ഞതിന് പിന്നാലെ എന്തിനാണ് ഇത്ര തുക മുടക്കി ഒരു ബസ് സംസ്ഥാന സർക്കാർ ഈ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടുന്ന സാഹചര്യത്തിൽ ഉണ്ടാക്കിയതെന്ന് ചോദിച്ചു പോവുകയാണ്. കടം കൊണ്ട് മുടിഞ്ഞ കേരളം കടമെടുപ്പ് പരിധി വർദ്ധിപ്പിക്കാൻ കേന്ദ്ര സർക്കാരിനോട് അപേക്ഷിക്കുന്ന സാഹചര്യം കൂടെയാകുമ്പോൾ ആ ചോദ്യത്തിന് ആക്കം കൂടും. എന്തായാലും നവകേരള ബസ് മ്യൂസിയത്തിൽ സൂക്ഷിക്കില്ല എന്ന് മന്ത്രി രാമചന്ദ്രൻ അടിവരയിട്ട് പറഞ്ഞു കഴിഞ്ഞു. AK ബാലന്റെ പരാമർശം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നും നിലവിൽ ഇത്തരത്തിൽ ബസ് മ്യൂസിയത്തിൽ വെക്കാനുള്ള ഒരു തീരുമാനം ഇല്ല എന്നുമാണ് കടന്നപ്പള്ളി മാധ്യമങ്ങളോട് പറഞ്ഞത്. ബസ് മ്യൂസിയത്തിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ചരിത്രപരമായി മാറുമെന്നും മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിച്ച ബസ് കാണാൻ ലക്ഷക്കണക്കിന് ആളുകൾ ടിക്കറ്റ് എടുത്ത് വരും എന്നതായിരുന്നു CPIM കേന്ദ്ര കമ്മിറ്റി അംഗമായ AK ബാലൻ നടത്തിയ കടന്നപ്പള്ളി ശ്രദ്ധിക്കപ്പെടാത്ത ആ പരാമർശം. നവകേരള സദസ്സിന്റെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിസഭയിലെ 21 മന്ത്രിമാർക്കും സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും വേണ്ടി മാത്രം നിർമ്മിച്ച ബസ്സായി ഇത് മാറുന്നു. ബസ് നിർമ്മിക്കാൻ മാത്രം മുഴുവൻ ചെലവ് 1.5 കോടിയിലധികം രൂപയാണ്. ഏകദേശം 38 ലക്ഷം രൂപയാണ് ബസിന്റെ ഷാസിയുടെ എക്സ് ഷോറൂം വില. അതോടൊപ്പം ഓൺ റോഡ് വില 44 ലക്ഷത്തിനടുത്ത് വരും എന്നതാണ് കണക്കുകൾ. ബാത്റൂം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ നിരവധി ഇടവുകളോടെ KSRTC MT പുറപ്പെടുവിച്ച പ്രത്യേക വിജ്ഞാപന പ്രകാരമാണ് ബസ് നിരത്തിലേക്ക് എത്തിയത്. ഇതിനായി ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ മാനദണ്ഡങ്ങളിൽ പ്രത്യേകം ഇളവും നേടിയിട്ടാണ് പലവിധ മാറ്റങ്ങളും ബസ്സിൽ വരുത്താൻ തീരുമാനിച്ചത്. കൂടാതെ നവകേരള സദസ്സിന്റെ ഭാഗമായി മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിക്കുന്ന ബസിന്റെ രജിസ്ട്രേഷന് വ്യവസ്ഥകളും ഗതാഗത വകുപ്പ് വിജ്ഞാപനം ഇളവ് വരുത്തിയിട്ടാണ് ചെയ്തിരുന്നത്. മുഖ്യമന്ത്രിക്ക് വേണ്ടി പ്രത്യേകമായി തയ്യാറാക്കിയ സീറ്റ് ഉൾപ്പെടെയുള്ള ആ ആഡംബര ബസ്സാണ് ഇന്ന് ചർച്ചാ വിഷയം. ഇത്രയെല്ലാം ഫീച്ചേഴ്സോടെ തയ്യാറാക്കിയ ഈ ഒരു ബസ് ഒരൊറ്റ തവണത്തേക്ക് ഉപയോഗിക്കാൻ വേണ്ടിയായിരുന്നു നിർമ്മിക്കപ്പെട്ടത് എന്നും പൊതുജനങ്ങളുടെ പണം വെറുതെ ആയില്ലേ എന്നുമാണ് ചോദ്യം. നിലവിൽ ബസ് ഇപ്പോൾ ബാംഗ്ലൂരുവിലെ SM കണ്ണപ്പ ഓട്ടോമൊബൈൽസിലാണ് ഉള്ളത്. KSRTCയുടെ ബജറ്റ് ടൂറിസത്തിന് ഉപയോഗിക്കുന്നതിന് മുന്നോടിയായി ബാംഗ്ലൂരുവിലെ ബസ് നിർമ്മാണ കമ്പനിയിലേക്ക് അറ്റകുറ്റപ്പണിക്കായിട്ടാണ് ബസ് കൊണ്ടുപോയിരിക്കുന്നത്. മുഖ്യമന്ത്രി ഇരുന്ന സീറ്റിലടക്കം അടിമുടി മാറ്റം വരുത്തിയായിരിക്കും ഇനി ബസ് തിരികെ കൊണ്ടുവരിക എന്നതാണ് റിപ്പോർട്ടുകൾ. കറങ്ങുന്ന സീറ്റിളക്കി മാറ്റി പാപ്പനംകോടുള്ള സെൻട്രൽ വർക്സിൽ ഭദ്രമായി സൂക്ഷിക്കും. ബസിന്റെ ചില്ലുകൾ മാറ്റുമെങ്കിലും ശുചിമുറി നിലനിർത്തും എന്നതാണ് റിപ്പോർട്ട്. 2 ആഴ്ചയ്ക്കുള്ളിൽ ബസ് കേരളത്തിലേക്ക് തന്നെ തിരികെ കൊണ്ടുവരുമെന്നും അധികൃതർ പറഞ്ഞിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ ബസ് മ്യൂസിയത്തിലേക്കില്ല എന്ന കടന്നപ്പള്ളിയുടെ പരാമർശം വന്നിരിക്കുന്നത്. 1.5 കോടി രൂപ ചിലവഴിച്ച് തയ്യാറാക്കിയ ബസ് ബാംഗ്ലൂരുവിലെ SM കണ്ണപ്പ ഓട്ടോമൊബൈൽസിൽ തന്നെ ആയിപ്പോകുമോ എന്നൊരു ചോദ്യം കൂടെ ഇതിന് പിന്നാലെയുണ്ട്. അറ്റകുറ്റപ്പണികൾ കഴിഞ്ഞ ജനുവരി അവസാനത്തോടെ ബസ് കേരളത്തിലേക്ക് തിരികെ കൊണ്ടുവരുമെന്ന് സംസ്ഥാന സർക്കാർ പറയുമ്പോൾ എന്തിനാണ് ഈ ഒരു ബസ് ഇനി തിരികെ വരുന്നത് എന്നൊരു ചോദ്യം അവശേഷിക്കുകയാണ്.